സ്വർണ്ണക്കൊള്ളക്കേസിൽ ഓരോ പ്രതികളായി പുറത്തിറങ്ങുമ്പോൾ ഇനി ഈ കേസിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും? ശബരിമല സ്വർണ്ണക്കേസിലെ മുഖ്യപ്രതി എന്ന് SIT കണ്ടെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ജയിലിൽ പുറത്തേക്കുള്ള വഴിയൊരുങ്ങുകയാണ്. SIT 2 കേസുകളിലും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യം വന്നതോടെയാണ് പോറ്റി സ്വാഭാവിക ജാമ്യത്തിന് കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചത്. മറ്റന്നാൾ കട്ടിളപ്പാളി കേസിലെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കോടതി പോറ്റിക്ക് ജാമ്യം അനുവദിച്ചേക്കും. പോറ്റിയുടെ ജാമ്യം തടയാൻ പുതിയ കേസെടുക്കാൻ നീക്കമുണ്ടായിരുന്നുവെങ്കിലും കോടതിയിൽ നിന്നുള്ള തിരിച്ചടി ഭയന്ന് SIT അത് വേണ്ടെന്ന് വെച്ചിരുന്നു. മുഖ്യപ്രതി ജയിൽ വിട്ടിറങ്ങുന്നത് അന്വേഷണ സംഘത്തിന് ചെറിയ തിരിച്ചടിയൊന്നുമല്ല നൽകുക. ഹരിമോഹൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ഹരി, ഒന്നാമത്തെ പ്രതി, ഇതിൽ ഏറ്റവും വലിയ ആരോപണം നേരിടുന്നയാൾ ഇതുപോലൊരു കേസിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലും വലിയൊരു തിരിച്ചടി ഉണ്ടോ SITക്ക്? റോഷനി, തീർച്ചയായിട്ടും തിരിച്ചടിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ഈ കേസിലെ എത്ര പ്രതികൾ പുറത്തിറങ്ങുമെന്നുള്ളതിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. കാരണം ആദ്യ ഘട്ടത്തിൽ മുരാരി ബാബു പുറത്തിറങ്ങിയപ്പോൾ കരുതിയിരുന്നത് SIT മറ്റു പ്രതികളുടെ പുറത്തിറങ്ങൽ തടയുന്നതിന് വേണ്ടി എത്രയും വേഗത്തിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ്. പക്ഷേ അങ്ങനെ ഒരു നീക്കവും SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത ഊഴം, ഇന്നിപ്പോൾ സുധീഷ് കുമാർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിന് ജാമ്യം ലഭിച്ചു. വൈകിട്ട് 6 മണിയോടുകൂടി സുധീഷ് കുമാർ പുറത്തേക്ക് ഇറങ്ങും. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുറത്തേക്കിറങ്ങൽ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഒന്നാം പ്രതിയും അല്ലെങ്കിൽ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയുമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയുക ഒരുപക്ഷെ മറ്റന്നാളായിരിക്കും. മറ്റന്നാൾ ഈ ഹർജി പരിഗണിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ദ്വാരപാലക പാളികളിലെ സ്വർണം കവർന്ന കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. ഈ കട്ടിളപ്പാളിയിലും കൂടി ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിലിന് പുറത്തേക്ക് വരാൻ കഴിയും. ഈ ജയിലിന് പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്നത് തടയാൻ വേണ്ടി നിരവധി പദ്ധതികൾ SIT ആവിഷ്കരിച്ചിരുന്നതാണ്. പക്ഷേ അവയൊന്നും തന്നെ വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചില പണമിടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും പല സ്റ്റേഷനുകളിൽ വന്നിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായിട്ടുള്ള കേസുകൾ വീണ്ടും റീഓപ്പൺ ചെയ്യാനും ചില കേസുകൾ രജിസ്റ്റർ ചെയ്യാനുമുള്ള നീക്കത്തിലേക്ക് SIT കടന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതാണ്. പക്ഷേ അത് കോടതിയിൽ ഒരുപക്ഷെ തിരിച്ചടി നേരിടാനുള്ള സാധ്യതയുണ്ട്. കാരണം SIT ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാതെ മറ്റൊരു കേസിൽ പിടിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജയിലിലേക്ക് അടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് കീഴ്ക്കോടതിയും തന്നെ വലിയ രീതിയിലുള്ള വിമർശനത്തിന് വിധേയമാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ആ നീക്കം ഉപേക്ഷിച്ചു. അതിനർത്ഥം ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റന്നാൾ തന്നെ ഒരുപക്ഷെ ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയേക്കും എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒന്നാം പ്രതി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഈ കേസിനെ തന്നെ ഏത് നിലയിൽ ബാധിക്കും എന്നുള്ളത് വലിയ രീതിയിലുള്ള ആശങ്കയാണ് SITക്ക് ഉണ്ടാക്കുന്നത്. അതൊരുപക്ഷെ ഏതെങ്കിലും നിലയ്ക്ക് തെളിവുകൾ നശിപ്പിക്കാനോ അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാനോ അതുമല്ലെങ്കിൽ ഉന്നത സ്വാധീനമുള്ള അല്ലെങ്കിൽ ഉന്നത ബന്ധങ്ങളുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏതെങ്കിലും വിധേന ഈ അന്വേഷണത്തെ ബാധിക്കുന്ന വിധത്തിൽ ഇടപെടാനോ കഴിയത്തക്ക രീതിയിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഈ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് SIT പ്രധാനമായിട്ടും ആശങ്കപ്പെടുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുറത്തേക്കിറങ്ങൽ അതത്ര നിസാരമായിട്ടും നിഷ്കളങ്കമായിട്ടും കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കം SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ ഇനി കൂടുതൽ പ്രതികൾ, അത് വാസുവും പത്മകുമാറും ആയിക്കോട്ടെ, അത് കൂടുതൽ പ്രതികൾ വരും ദിവസങ്ങളിൽ പുറത്തിറങ്ങുമെന്ന് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റോഷ്നി, ശരി. ഹരി പറഞ്ഞതുപോലെ തന്നെ കുറ്റപത്രം വൈകൽ അത് എന്തുകൊണ്ടാണ് വൈകുന്നത്? ഈ 90 ദിവസം കഴിഞ്ഞു. ഇത്ര ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാനാവാതെ പ്രതിരോധത്തിലായിരിക്കുന്നു SIT. അന്വേഷണം പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് കുറ്റപത്രം വൈകുന്നത്. ഇനിയും തെളിവുകൾ ശേഖരിക്കാനുണ്ട്. പഴുതടച്ച കുറ്റപത്രം നൽകിയില്ലെങ്കിൽ കേസ് ദുർബലമാകുന്ന ആശങ്ക SITക്കുണ്ട്. അതിനാലാണ് കുറ്റപത്രം വൈകുന്നത്. TV പ്രസാദ് ചേരുന്നു. പ്രസാദ്, നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഒരു പ്രാഥമികമായ കുറ്റപത്രമെങ്കിലും നൽകാമായിരുന്നില്ലേ എന്നുള്ളതാണ്. പക്ഷേ അതിൽ SITക്ക് ആശങ്കയുണ്ടല്ലേ? കാരണം പഴുതടച്ച ഒരു കുറ്റപത്രം തന്നെ നൽകണമെന്നാണോ SIT കരുതുന്നത്? മറ്റൊന്ന്, തെളിവുകൾ തൊണ്ടി മുതൽ അതെവിടെയാണ്? അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനിപ്പോൾ രാജ്യം വിട്ടോ? ഇതിലൊന്നൊരു ക്ലാരിറ്റി SITക്ക് ഇല്ല അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ, ഇതൊരു മോഷണ കേസാണ്. അപ്പോൾ ആ റിക്കവറിയിലേക്ക് എത്താൻ SITക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ വിവരങ്ങൾ ഉൾപ്പെടുത്തി കുറ്റപത്രം സമർപ്പിക്കുക എന്ന പ്ലാനാണോ? പക്ഷെ അത് എപ്പോൾ നടക്കും? ഇതിങ്ങനെ ഓരോരുത്തരായി പുറത്തിറങ്ങുകയല്ലേ. SIT നേരിടുന്ന വെല്ലുവിളി എന്താണ്? ഈ തിരിച്ചടികളൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്? ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് പ്രത്യേക അന്വേഷണ സംഘം കടന്നുപോകുന്നത് എന്നുള്ളതാണ്. കേരളത്തിൽ പ്രമാദമായ സമീപകാലത്തുണ്ടായ കേസുകളിൽ ഏറ്റവും വലിയ കേസിലൊന്നാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. ആ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ആദ്യഘട്ടത്തിലെ പ്രധാന പ്രതികളെല്ലാം വലയിലാവുകയും ചെയ്തു. പക്ഷേ അവിടുന്ന് ഇങ്ങോട്ടേക്ക് പ്രത്യേക അന്വേഷണ സംഘം ചെയ്യേണ്ടത് ചെയ്തില്ല എന്നുള്ളതാണ് ഓരോരുത്തരായി ഇറങ്ങിപ്പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. മുരാരി ബാബു ഇറങ്ങി, ശ്രീകുമാർ ഇറങ്ങി, ഇന്ന് സുധീഷ് കുമാർ ഇറങ്ങി. ഇനിയിപ്പോൾ ഇങ്ങനെ പോയാൽ പോറ്റി ഇറങ്ങുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കാരണം
സ്വാഭാവിക ജാമ്യത്തിന് ഇന്ന് തന്നെ അപേക്ഷ കൊടുത്തു. ബുധനാഴ്ച അത് പരിഗണിക്കുകയും ചെയ്യും. അതിന് പിന്നാലെ ഓരോരുത്തരായി KS ബൈജു, അതുപോലെ N വാസു, A പത്മകുമാർ, പങ്കജ് ഭണ്ഡാരി, അങ്ങനെ തുടങ്ങി ഓരോ ആളുകളും, ഈ കേസിൽ അറസ്റ്റിലായ ഓരോ ആളുകളും സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടി മുന്നോട്ട് വരാനുള്ള കാരണം അത് കുറ്റപത്രം കൊടുത്തില്ല എന്നുള്ളതാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകം അതിൻ്റെ നഷ്ടപ്പെട്ട തൊണ്ടിമുതലുകളാണ്. ആ നഷ്ടപ്പെട്ട തൊണ്ടിമുതൽ ഇതുവരെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇനിയുള്ള പ്രധാനപ്പെട്ട പ്രതിസന്ധി. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ പുറത്തേക്കിറങ്ങിയാൽ ഇനി അന്വേഷണ സംഘത്തിന് കിട്ടേണ്ട തെളിവുകൾ അത് അപ്പാടെ നശിപ്പിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. ഒരുപാട് മുൻകരുതലൊക്കെ കൂടിയാണ് ജാമ്യം കൊടുക്കുന്നതെങ്കിൽ പോലും, ഒരുപാട് നിബന്ധനകളോട് കൂടിയാണ് ജാമ്യം കൊടുക്കുന്നതെങ്കിൽ പോലും, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ഒരാൾ പുറത്തിറങ്ങിയാൽ എല്ലാ തെളിവുകളും നശിപ്പിക്കുക എന്നുള്ളത് വളരെ എളുപ്പമായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. ഒരു പക്ഷേ കേരളം ഏറ്റവും കൂടുതൽ കാലം ചർച്ച ചെയ്ത വലിയൊരു കേസ്, ആ കേസ് ആവിയായി പോകുന്നുണ്ടോ എന്ന സംശയത്തിലേക്ക് വരെ ആളുകൾ എത്തുകയാണ്. കാരണം ഇനിയിപ്പോൾ ഇതിൽ കുറ്റപത്രം എപ്പോൾ കൊടുക്കാൻ കഴിയും എന്ന കാര്യത്തിലും ഒരു നിശ്ചയവുമില്ല. റോഷ്നി, STV പ്രസാദ് പറയുന്നത് പോലെ ആർക്കും അറിയില്ല ഇതിലിപ്പോൾ SIT എന്നാണ് കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ ഒരു കാര്യം മാത്രം നടക്കുന്നുണ്ട്, ഓരോരുത്തരായി പുറത്തിറങ്ങുന്നുണ്ട്. ഇവരൊക്കെ പുറത്തിറങ്ങിയാൽ എന്താണ് സംഭവിക്കുക? അത് അടുത്ത ചോദ്യമല്ലേ. ഈ പ്രതികൾ 90 ദിവസത്തിന് ശേഷം പുറത്തിറങ്ങുന്നത് കേസിനെ സാരമായി ബാധിക്കുമോ എന്ന ആശങ്കയാണ്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പോലും സ്വാഭാവിക ജാമ്യം കിട്ടുന്ന സാഹചര്യമാണ്.